സ്വർണം പണയം വെച്ചിട്ട് കിട്ടുന്ന പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് വലിയ ലാഭം ഉണ്ടാക്കാം എന്ന് കരുതി പോകുന്നവര് മിക്കവാറും എല്ലാവരും തോറ്റുപോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ട്രാക്ക് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഒരു 7.5-8% ഒക്കെ നമ്മൾ എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസിങ് ചാർജുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് 1,00,000 രൂപയ്ക്ക് 8,000 രൂപ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾക്ക് ചെലവുണ്ട്. ഈ 8,000 രൂപ ബെനിഫിറ്റ് കിട്ടുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് 10,000 അതിൽ കൂടുതലോ ഒക്കെ ബെനിഫിറ്റ് കിട്ടുന്ന സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിക്ഷേപിച്ചാലാണ് ഇതുമായിട്ട് ഈ നഷ്ടത്തിന് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും ഒരു നേർരേഖയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയല്ല. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചാർട്ടുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വരും, താഴും, കുറച്ച് വരും, വീണ്ടും നന്നായിട്ട് താഴും, പിന്നെ കുറച്ച് നന്നായിട്ട് വരും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റുള്ള ഒരു സംഗതിയാണ് ഈ സ്റ്റോക്കുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് 8%, 10% നേട്ടം തരണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത്തരം ഓപ്പർച്യൂണിറ്റികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പണയം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും നല്ല ഒരു മെത്തേഡ് അല്ല.